ജീവിതത്തിൽ ആദ്യമായി പ്രണയിച്ചതാരെയാണ്? നിന്നെ. വേറെ ആരോട് ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല? ഇല്ല. ഞാനിപ്പോ ഹാപ്പിയാണ് ശ്രീ. നീ വന്നപ്പന്നെ നിന്റെ കൈതാ ഇവിടെ പിടിച്ചാ മതി. ഞാൻ സേഫാണ് ശ്രീ. നിനക്ക് ഞാൻ ജീവിതത്തിൽ തരുന്ന എന്റെ ആദ്യത്തെ സമ്മാനം. ഒന്ന് കണ്ണടച്ച്. ആ നേരത്ത് ഞാൻ കണ്ണടച്ചു. അന്നെനിക്ക് നെറ്റിയിൽ അവൾ തന്ന ആ ഉമ്മ, അതെന്നെ കൊണ്ടു ചെന്നെത്തിച്ചത് എൻ്റെ അമ്മയിലേക്കാണ്. മോൻ ഈ ലോകത്തില് ആദ്യമായിട്ട് ഉമ്മ തന്നത് ആർക്കാ? അമ്മയ്ക്ക്. മോൻ ആദ്യമായിട്ട് സ്നേഹിച്ചതാരെയാ? അമ്മേനെ. അമ്മേ. മോൻ ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മേ. അമ്മ. ഞാൻ മറന്നു എൻ്റെ അമ്മയെ. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എൻ്റെ അമ്മ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ഇറങ്ങി എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. മറന്നുപോയിടത്തു നിന്നും വീണ്ടും ഓർക്കാൻ പഠിക്കാൻ ഞാൻ തുടങ്ങുകയാണ്. മനസ്സ് നിറയെ എൻ്റെ അമ്മ മാത്രം. അമ്മയുടെ കൈപിടിച്ച് നടക്കുന്ന കാലത്ത് ഒരിക്കലും ഞാൻ അമ്മയുടെ കൈപിടിച്ചതായിട്ട് ഓർമ്മയില്ല. അമ്മ എപ്പോഴും എൻ്റെ കൈപിടിച്ചതായിട്ടാണ് ഓർമ്മ. എന്നെ സ്നേഹിക്കുന്നവൾ അന്ന് എൻ്റെ കൈപിടിച്ച് അവളെ സേഫാക്കി. പക്ഷെ എൻ്റെ അമ്മ, അതൊരു സംരക്ഷണം മാത്രമല്ല, ഒരു വിശ്വാസമായിരുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റിയാലും എൻ്റെ കൈകളിലെ ആ പിടുത്തം, അത്രയ്ക്ക് ശക്തിയായിരുന്നു അതിന്. ചെറുപ്പത്തിലെ എൻ്റെ ധൈര്യവും ആ കൈകളായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ കയറുമ്പോൾ എന്തോ എനിക്കൊരു അകൽച്ച ഫീൽ ചെയ്തു. അമ്മയുടെയും അച്ഛൻ്റെയും ഒരുമിച്ചുള്ള അവസാനത്തെ ഓർമ്മ ചിത്രം. അമ്മ എപ്പോഴും ആ ഫോട്ടോയെക്കുറിച്ച് പറയും. അവരവസാനമായി പോയ ആ സ്ഥലം, ആ ദിവസം. അമ്മ. മുഖത്ത് പണ്ടുണ്ടായിരുന്ന ആ വെളിച്ചെപ്പും ഇല്ല. 6 മാസം ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിക്കാണും. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എനിക്ക് അമ്മയുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ആരുമില്ല.
അന്ന് ഞാൻ അമ്മയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു. നാളെ നമ്മളൊരു യാത്ര പോകുന്നു, കൂടെ നമ്മുടെ അച്ഛനുണ്ട്. അച്ഛനുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ട് പോയെങ്കിലും അച്ഛൻ തൻ്റെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ വണ്ടി, അച്ഛൻ്റെ പടക്കുതിര യമഹ RX-100, അമ്മ അതിപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ റൈഡിന് പോയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും സ്വന്തം അമ്മയുടെ കൂടെ പോയിട്ടുണ്ടോ? ഒന്ന് പോകേണ്ടതാണ്. എല്ലാ അമ്മമാരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിപ്പോ അല്പം റൊമാൻറ്റിക്കാണ്. എന്റെ അമ്മയുമായുള്ള റൊമാൻസ്. രാരിരാരം പാടിയെന്നും രാവുറക്കം അമ്മേ, രാപ്പകൽ വന്നോ മനിക്കാൻ ശ്വാസമാകും അമ്മേ, നീ നെഞ്ചിൻ താളമായി, നീ കണ്ണിൽ നാളമായി, നീ എന്നും കാവലായി, ഞാൻ നിന്നിൽ തൂവലായമ്മേ, വിരൽ ചേർന്നേറെ ദൂരം നീളുവാനെന്നമ്മേ, മോഹമുള്ളിൽ കൂടുകൂട്ടും വെൺപിറാവായമ്മേ, നീ വരും ജന്മവും എൻ അമ്മയാവണമമ്മേ, എന്നമ്മേ. ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ ഇപ്പോൾ. അച്ഛനുള്ളപ്പോഴാണ് അമ്മ ഇത്രയും സന്തോഷമായി ഞാൻ കണ്ടിട്ടുള്ളത്. ആ കുട്ടികളുടെ പ്രായം കണ്ടോ നീ? നീ എപ്പോഴും ആ പ്രായത്തിലിരിക്കാനാ അമ്മയ്ക്കിഷ്ടം. കാരണം ആ പ്രായത്തിലാവുമ്പോൾ ഒന്നുകിൽ നീ എൻ്റെ വിരൽത്തുമ്പത്തോ ചാരത്തോ എപ്പോഴും ഉണ്ടാവും, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ദൂരെ വിട്ട് നിന്നെ പഠിപ്പിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, നിന്റെ വലിയൊരാഗ്രഹമല്ലേ. മോൻ്റെ ഒരാഗ്രഹത്തിനും അമ്മ എതിര് നിൽക്കില്ല. നിന്നെ വിട്ടു നിൽക്കുന്ന വിഷമം മാത്രമേ അമ്മയ്ക്കുള്ളൂ. ഒരു 4 വർഷത്തേക്കല്ലേ, കുഴപ്പമില്ല. എൻ്റെ മോൻ പഠിച്ച് വലിയ ആളാവണം. എന്നിട്ട് മോൻ്റെ കൈപിടിച്ച് അമ്മയ്ക്ക് ഇതിലൂടെ നടക്കണം. ഈ കഴിഞ്ഞ 6 മാസം അമ്മയ്ക്ക് ഒറ്റപ്പെടൽ തോന്നി, ശരിയാണ്. പക്ഷെ ഇപ്പം അമ്മ ഹാപ്പിയാണ്, സന്തോഷാണ്. ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ ഈ ഒരു ദിവസം എൻ്റെ മോൻ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചു. ഇനിയുള്ള ദിവസം മനസ്സിലോർക്കാൻ ഈ ഒരൊറ്റ ദിവസം മതി. ഇത് മതി അമ്മയ്ക്ക്. അന്ന് ഞാൻ കണ്ടു എനിക്ക് വേണ്ടി ജനിച്ച് എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുഖം.
എൻ്റെ അമ്മയുടെ മുഖം. സ്നേഹത്തിന് ഒരുപാട് മാനങ്ങളും അർത്ഥങ്ങളും ഉണ്ടെങ്കിലും അമ്മ എന്ന സങ്കല്പത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നും തന്നെയില്ല. ജീവിതത്തിൽ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും കുറച്ചു സമയം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാറ്റിവെക്കൂ. ഒരു പകരക്കാർക്കും പകർന്നു നൽകാൻ കഴിയാത്ത കരുതലും സ്നേഹവുമാണത്. ഇറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് ലവ് ഇൻ ദിസ് വേൾഡ്.